നമസ്കാരം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു അപൂർവമായിട്ടുള്ള സിനിമയായിരിക്കും ഈ സിനിമ. അത് നിസ്സംശയം എന്നൊക്കെ പറയാൻ പറ്റും. അതിൻ്റെ കഥ കൊണ്ടോ കരം കൊണ്ടൊന്നുമല്ല. ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് അത് പിന്നെ ഹൈ ബഡ്ജറ്റുള്ള സിനിമയെക്കാട്ടിലും ബെറ്റർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈ സിനിമയുടെ അത്രയും ബഡ്ജറ്റുള്ള സിനിമയൊന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി കൊണ്ടും ഇതിനകത്തെ സ്ക്രീൻ പ്ലേ കൊണ്ടും പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടും ഇത് പിന്നെ ഒരു മലയാള സിനിമയാണോ എന്ന് സംശയിക്കാത്ത രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് ഇന്ത്യയിലെ ഇങ്ങനത്തെ സിനിമകളൊക്കെ വളരെ കുറച്ചേ ഇറങ്ങാറുള്ളൂ. ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അത്തരത്തിലുള്ള സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നമുക്കറിയാവുന്ന പോലെ ഇത് യൂണിവേഴ്സിലെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. വെയർഫെയർ ഫിലിംസിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. കല്യാണി പ്രദേശൻ ആസ് ചന്ദ്ര മാത്രമല്ല, എല്ലാവർക്കും വേറെ പേരും കൂടെ ഉണ്ട്. എന്താണെന്ന് നിങ്ങൾ പിന്നെ തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇതിൻ്റെ പോസ്റ്ററും മറ്റ് ട്രെയിലറും കണ്ട സമയത്ത് ഇതൊരു സൂപ്പർ ഹീറോ മൂവി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ പ്രിഡിക്റ്റ് ചെയ്തത് തെറ്റായിരുന്നു. ഇത് മറ്റൊരു തരത്തിലുള്ള സിനിമയാണ്. അത് ടീസറിലും ട്രെയിലറൊന്നും അങ്ങനെ വ്യക്തമാക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതെല്ലാം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോൾ പിന്നെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുണാണ്. റൈറ്റ് ചെയ്തിരിക്കുന്നത് ശാന്തി ബാലകൃഷ്ണൻ. ശാന്തി ബാലകൃഷ്ണനാണോ? ഒരു മിനിറ്റ്. ശാന്തി ബാലചന്ദ്രൻ, സോറി കേട്ടോ, അത് മിസ്റ്റേക്ക് പറ്റിയാണ്. ശാന്തി ബാലചന്ദ്രനും അതുപോലെ ഡൊമിനിക് അരുണും കൂടി ചേർന്നിട്ടാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. ശാന്തി ബാലചന്ദ്രനകത്തൊരു ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയ്ക്കകത്ത് പിന്നെ ബാക്കി അറിയാമല്ലോ, നെസ്ലൻ ഉണ്ട്, ചന്തു സലീം കുമാർ ഉണ്ട്, പിന്നെ സാൻഡി മാസ്റ്റർ ഉണ്ട്. ഇവരെല്ലാവരും തന്നെ, സാൻഡി മാസ്റ്ററൊക്കെ തന്നെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നെഗറ്റീവ് ക്യാരക്ടറാണ് സാൻഡി മാസ്റ്റർ. അവരൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി മലയാളമല്ല പറയുന്നത്, പുള്ളി മലയാളം പറയുന്നുണ്ട്, എന്നാലും ഈ പറയുന്ന തമിഴും കന്നഡയുമാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഈ സിനിമ ബേസിക്കലി കർണാടകയിലാണ് ഇതിൻ്റെ മൊത്തം ലൊക്കേഷനും. കേരളത്തിലോട്ട് വരുന്നതില്ല. ആകെ ഇത് മലയാള സിനിമയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതിനകത്ത് മലയാളം പറയുമ്പോൾ മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് കേരളത്തിൻ്റെതായിട്ടുള്ള കേരളത്തിൽ ലൊക്കേഷൻ വരുന്ന ഒരു സംഭവങ്ങളും ഇതിനകത്തില്ല. കല്യാണി പ്രിയദർശൻ പിന്നെ അവർ നല്ല രീതിക്ക് തന്നെ ഈ സിനിമയ്ക്കകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. കല്യാണ പ്രിയദർശൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ചന്ദ്ര എന്നാണ്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ആ ഒരു കംപ്ലീറ്റ് അതേ മൂഡ് പിടിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ അവർ ഈ പറയുന്ന വലുതായിട്ടുള്ള കളിച്ചിരുന്ന ഭാഷകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവരുടെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മീറ്റർ തന്നെ പിടിച്ചിട്ടാണ് കല്യാണി പ്രദേശത്തിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ നെസ്ലൻ എനിക്ക് കുറേ നാളായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള നല്ല സംശയമുണ്ട്. കാരണം ഈ സിനിമയ്ക്കകത്തും ബാക്കിയുള്ള സിനിമയ്ക്കകത്തെല്ലാം തന്നെ അദ്ദേഹം ഒരേ രീതിയിലുള്ള ഒരു അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ മറ്റേ പ്രേമലു എടുത്തു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ മറ്റേ ജയറാമേട്ടനോടുള്ള സിനിമയുണ്ട്, അതിനായി കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ അവസാനം വന്ന ആലപ്പുഴ ജിംഖാന, എല്ലാത്തിനകത്തും ഈ പറയുന്ന നെസ്ലൻ്റെ ഒരേ രീതിയിലുള്ള അഭിനയമാണ്. അത് ആളുകൾ അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നതാണ്. അവർക്ക് എന്തുകൊണ്ടൊരു വെറൈറ്റി പരീക്ഷിച്ചുകൂടാ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നെസ്ലനെ എല്ലാ സിനിമയിലും കാണുന്ന പോലെയാണ് ഇതിനകത്ത്. പുള്ളി കോമഡി ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ആ രീതിക്ക് തന്നെ അദ്ദേഹം എല്ലാ സിനിമയ്ക്കകത്തും പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തും അത് തന്നെയാണ്. അപ്പോൾ അതൊന്നും മാറ്റിപ്പിടിക്കേണ്ട സമയമായില്ല. അതൊക്കെ സമയമായില്ലേ എന്നല്ല, സമയം കഴിഞ്ഞു. അത് ഇതുവരെയായിട്ടും എന്താ ചെയ്യാതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ചന്തു അരുൺകുമാറല്ല, സലീം കുമാർ. അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ആ ഒരു പിന്നെ പിന്നെ ടിപ്പിക്കൽ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ പിടിച്ച് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിനകത്ത് സിനിമയുടെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യത്തെ അരമണിക്കൂർ എനിക്ക് നല്ല രീതിക്ക് ബോർ അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന നെസ്ലൻ ചന്തുവിൻ്റെ പിന്നെ അവരുടെ ഈ പറയുന്ന ഇത്രയും ഈ ഗ്യാങ്സിൻ്റെ എല്ലാം തന്നെ അവരുടെ ഒരു സ്റ്റോറിയിലൂടെ തന്നെയാണ് ഈ സിനിമ ആദ്യത്തെ ഒരു അരമണിക്കൂർ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് വലിച്ച് ഫീൽ ചെയ്തിട്ടുള്ള ഇടമായിരുന്നു ആ അത്രയും സമയം തന്നെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ആദ്യത്തെ അരമണിക്കൂർ ഈ പറഞ്ഞ ബർത്ത്ഡേ പാർട്ടിയും പിന്നെ അതിനിടയ്ക്കുള്ള ഡാൻസും പാട്ടും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതൊക്കെ തന്നെ വളരെ വലിച്ചു നീട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കല്യാണിയുടെ കഥ, ഈ പറയുന്ന ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് സിനിമ ഷിഫ്റ്റ് ആവുന്നു. ആ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് സിനിമ നല്ല എൻഗേജിങ് ആണ്. അവിടെ മുതൽ തന്നെ നമ്മൾ സിനിമയുമായിട്ട് കൂടുതൽ അങ്ങോട്ട് കണക്റ്റ് ആവും. പിന്നെ ഈ ക്യാരക്ടറിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നു. ഈ പറയുന്ന ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അതിങ്ങനെ കാണിച്ചിരുന്ന സമയത്ത് അതൊരു മികച്ചൊരു അനുഭവം തന്നെയായിരുന്നു തിയേറ്ററിൽ.
അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കണ്ട തിയേറ്റർ എക്സ്പീരിയൻസും വളരെ വേഴ്സ്റ്റ് ആയിരുന്നു. കാരണം 4K ആണെന്നൊക്കെ പറഞ്ഞ് 2K കണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2K നല്ല ക്ലാരിറ്റി കുറവുണ്ട്. അതുപോലെ തന്നെ സിനിമയ്ക്കകത്ത് ഈ നൈറ്റിൻ്റെ ഷോട്ട് കൂടുതലായിട്ട് നൈറ്റ് ഷോട്ട് തന്നെയാണ് കൂടുതലും. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല രീതിക്കുള്ള ഗ്രെയിൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല രീതിക്ക് ഗ്രെയിൻസും ഉണ്ട്. പിന്നെ അതുകൂടാഞ്ഞിട്ട് ഈ പറയുന്ന സ്ക്രീനിൻ്റെ 2 സൈഡിലും വലിയ ബ്ലാക്ക് ബാർസ്, അത് എക്സ്പീരിയൻസിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ സിനിമയുടെ ഇതുകൊണ്ട് നമ്മൾ അതിലേക്കാണ് ഇങ്ങനായി. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിനെ കാണാം, ഗ്രെയിൻസ് വരുന്നത് 2 ബ്ലാക്ക് ബാർസും വരുന്നതൊക്കെ കാണാമെന്നുണ്ടെങ്കിലും, പക്ഷേ സിനിമയുടെ ആ ഒരു ഒഴുക്കിൽ അങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ടൊവിനോ തോമസ് ഉണ്ട്, അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ഉണ്ട്. ദുൽഖർ സൽമാനൊക്കെ ഒരു ആവറേജ് ഇൻട്രോ ആണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് കാര്യമായിട്ട് അങ്ങനെ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ പെർഫോം ചെയ്യാനൊന്നുമില്ല. ഇനി അടുത്ത സിനിമകളിലാണ് ദുൽഖർ സൽമാനും അതുപോലെ ടൊവിനോ തോമസ് ഈ പറയുന്ന കോമഡി ഇതിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പോകുന്നത്. അത് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു സുഖം തോന്നിയില്ല, ഈ പറയുന്ന കോമഡി ട്രാക്കിലൂടെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ ഒരു ആള് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഒരു ക്യാമിയോ, ഒരു സൗണ്ട് എനിക്ക് ഒരു ഭയങ്കര ക്യാച്ച് ആയിട്ടുള്ള സൗണ്ട് കേട്ടായിരുന്നു. വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ട്, ഒരാളുടെ സൗണ്ട്. അത് പുള്ളി ആണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അറിഞ്ഞുകൂടാ, എന്തായാലും ആരാന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു കൈ കാണിച്ചതേ ഉള്ളൂ, കൈക്കകത്ത് ഇങ്ങനെ ഒരു സാധനം പിടിച്ചിരിക്കുന്ന പോലുള്ള. അത് ആരാന്ന് എനിക്കൊരു ആ പുള്ളിയുടെ സൗണ്ട് കേട്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു. ആണോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഇനി വരുന്ന സിനിമകൾ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാം. എല്ലാവരുടെയും പേര് എടുത്തു പറയാം കേട്ടോ. കാരണം നല്ല ഒരു ക്വാളിറ്റി ഫിലിം. ഇതിനകത്ത് ആകെപ്പാടെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ VFX ആയിരുന്നു. VFX എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ പറയുന്ന സാധനം മറ്റേ കുന്തം പോലെ സാധനം കുത്തി ഇറക്കിയിട്ട് ചോര വരുന്ന സമയത്ത് അതൊക്കെ ഒരു അൺനാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചോരയും ഈ പറയുന്ന റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടുമില്ല. അത് ദൂരെ നോക്കുമ്പോൾ ഓക്കെ, പക്ഷേ അടുത്ത് നിന്ന് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അതൊരു ഇതായിട്ടാണ്. പിന്നെ അതുപോലെ ഫയർ ചെയ്യുന്ന സീനുകളൊക്കെ ഉണ്ട്, ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യുന്ന സീനുകളൊക്കെ തന്നെ ഒരു ഗെയിമിനകത്തെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് സിനിമയുടെ മൊത്തം ആസ്വാദനത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട 1-2 പേര്. ഒന്ന്, ജെയ്ക്സ് ബിജോയുടെ ബീജിയം കിടിലനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഒരു എപ്പിക്നെസ് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നിമിഷ് രവിയാണ് സിനിമാറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കല്യാണിയുടെ ഒരു ഷോട്ടൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്മോക്കിനകത്ത് കൂടി ഇങ്ങനെ നോക്കുന്ന ഒരു ഷോട്ട്, ആ ഷോട്ടുകളൊക്കെ കിടന്ന് കിടിലമായിരുന്നു. അതുപോലെ ചമൻ ചാക്കോ എഡിറ്റർ, അതുപോലെ റോണക് സേവിയർ ആണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ പുള്ളി ഈ മേക്കപ്പും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പ്രത്യേകിച്ച് മറ്റേ ഈ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ആ ഒരു ശൈലിയും കാര്യങ്ങളെല്ലാം തന്നെ കിടലായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല രീതിയിലുള്ള സിനിമ, നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ തന്നെ ഇതൊരു പക്ഷേ അപൂർവമായിരിക്കാം. കഥ കൊണ്ടൊന്നുമല്ല, കഥയൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഈ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു രീതിയിലുള്ള ഒരു സിനിമ ഒരു പക്ഷേ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടാകും, പക്ഷേ അപൂർവമായി അങ്ങനെ ഒരുപാട് അങ്ങനെ ഇറങ്ങുന്ന ഒരു സംഭവം അല്ലല്ലോ ഇതൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ. അപ്പോൾ ഇത് ഈ ഒരു യൂണിവേഴ്സിലെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇസ് എ ഗുഡ് മൂവി ഫോർ മീ.